നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പൂന്താനം തിരുമേനി രചിച്ച ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 115 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച് അർത്ഥം പറഞ്ഞത്. ഇന്ന് 116ാമത്തെ ശ്ലോകം മുതൽക്ക് വായിക്കാം. ചാലേ കവാടമഴകോടു തുറന്നു കൊണ്ടു മാലേയ പങ്കവുമണിഞ്ഞു തെളിഞ്ഞു നന്നായി കേളി കലാശ സമയേ കുളിർ തെന്നലേറ്റു നാളീക നേത്രനല സാക്ഷിയുമായി നിന്നാൻ. ഈ ശ്ലോകം മുൻപ് ആ വൃന്ദാവനത്തിലെ ഗോപികമാരുമായി രാസക്രീഡ വർണ്ണിച്ച ആ ഭാഗത്ത് ഉള്ള ശ്ലോകമാണെന്ന് തോന്നുന്നു. ആ ശ്ലോകത്തിന്റെ ക്രമം എപ്പോഴെങ്കിലും മാറിയിട്ട് ഇവിടെ അച്ചടിച്ചതാണോ എന്നും അറിയില്ല. അതോ ഇനി ഈ ശ്ലോകത്തിന് വേറെ എന്തെങ്കിലും അർത്ഥം വരുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയത് ഇതാ വൃന്ദാവനത്തിലെ രാസക്രീഡ വർണ്ണിക്കുമ്പോൾ അവിടെ വേണ്ട ശ്ലോകമായിട്ടാണ് തോന്നിയത്. എനിക്ക് മനസ്സിലായ അർത്ഥം ഞാൻ പറയാം. ആദ്യത്തെ വരി, ചാലേ കവാടം അഴകോട് തുറന്നുകൊണ്ട്, അഴകോടുകൂടി കവാടം ചാലേ തുറന്നുകൊണ്ട്, വളരെ ഭംഗിയോടുകൂടി വാതില് തുറന്നുകൊണ്ട്. ഇവിടെ ഗോപികമാരുടെ ഭഗവാനെ പ്രാപിക്കാനുള്ള ആ ആഗ്രഹ സാഫല്യം എന്നുള്ള വാതിലാണ് തുറന്നത്. അതായത് ഗോപികമാരുടെ ആഗ്രഹ സാഫല്യം ഉണ്ടായി. എന്നിട്ട് മാലേയ പങ്കവും അണിഞ്ഞു തെളിഞ്ഞു നന്നായി. മാലേയ പങ്കം എന്ന് വെച്ചാൽ ചന്ദനക്കൂട്ട്. ഗോപികമാരുടെ ശരീരത്തിൽ അണിഞ്ഞിരുന്ന ആ ചന്ദനക്കൂട്ടും അണിഞ്ഞ് കൃഷ്ണന്റെ ദേഹത്തിൽ അവിടെ എവിടെയൊക്കെ പറ്റിയത് അതും അണിഞ്ഞ് നിൽക്കുന്ന ആ നാളീക നേത്രൻ താമരക്കണ്ണൻ കേളീ കലാശ സമയേ രാസക്രീഡാവസാനത്തിൽ അലസാക്ഷിയുമായി കുളിർ തെന്നലേറ്റു നിന്നാൻ. ആലസ്യം നിറഞ്ഞ കണ്ണുകളോടുകൂടിയ ഗോപാംഗനയ്ക്കൊപ്പം കുളിർക്കാറ്റുമേറ്റ് ആ യമുനാ തീരത്ത് നിന്നു എന്നാണ് പറയുന്നത്. ഭാഗവതത്തില് 10ാം സ്കന്ധത്തില് 33ാം അധ്യായത്തില് ഇങ്ങനെ ശ്ലോകം കണ്ടു. തതശ്ച കൃഷ്ണോപവനെ ജലസ്ഥല പ്രസൂനഗന്ധാനില ജുഷ്ടദിക്തടേ ചചാര ഭൃംഗ പ്രമദാഗണാവൃതോ യഥാ മദച്യുദ്വിരത കരേണുഭി. ഇത് ഭാഗവതത്തിലെ രാസലീല വർണ്ണിക്കുന്ന സമയത്തുള്ളതാണ്. അതാണ് ഈ ശ്ലോകവും. ചാലേ കവാടം അഴകോട് എന്നുള്ള ശ്ലോകം രാസലീലയുടെ ഭാഗത്ത് അദ്ദേഹം എഴുതിയതാവും എന്ന് ഞാൻ പറയാൻ കാരണം. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ശ്രീനീലകണ്ഠപദപാം സുലഭ പ്രസാദാത് ശ്രീകൃഷ്ണലീല കളിവണ്ണമൊരോന്നു ചൊന്നേൻ. ശ്രീമാൻ മുകുന്ദ ജയവാമപുരാധിനാഥ ശ്രീപാദ ഭക്തി അരുളീടുക നാളുതോറും. ഇവിടെ പറയുന്ന നീലകണ്ഠൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ് എന്നാണ് അനുമാനിക്കുന്നത്. ശ്രീ നീലകണ്ഠൻ എന്ന ആചാര്യവര്യന്റെ കാലടിയിലെ ആ ഒരു തരി പൊടിയുടെ അനുഗ്രഹം കൊണ്ട് ശ്രീകൃഷ്ണ ലീലകൾ ഇവണ്ണം ഓരോന്ന് ചൊന്നേൻ. ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ കളികളൊക്കെ ഞാൻ ഈ വിധത്തിലൊക്കെ വർണ്ണിക്കുന്നു. അതായത് ഗുരുനാഥന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ശ്രീകൃഷ്ണ കഥകൾ എനിക്ക് പറയാൻ സാധിക്കുന്നത് എന്ന്. ഇനി അടുത്ത വരി, ശ്രീമാൻ മുകുന്ദ ജയ വാമപുരാധിനാഥ. ശ്രീമാനായ, ശ്രീയോടുകൂടിയ, ലക്ഷ്മീദേവിയോടുകൂടിയ, മോക്ഷപ്രദനായ വാമപുരാധിനാഥ, ഇടത്തുപുറത്തപ്പ, അങ്ങ് ജയിച്ചാലും ശ്രീപാദഭക്തി അരുളിയിടുക നാളുതോറും. അവിടുത്തെ ആ പാദഭക്തി നാളുതോറും എന്നിൽ ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ. അചഞ്ചലമായ അവിടുത്തെ ആ പാദഭക്തി എന്നിൽ ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ക്രമത്തിലാക്കീടിന ശൂലപാണിശ്രമത്തിനാലിത്തമതീവ ചിത്രം ശ്രവിച്ചു
രമിച്ചു ഭാഷാശ്രവണാമൃതം മേ രമിച്ചു കൊൽഗച്യുതപാദമൂലേ. ക്രമത്തിലാക്കിയിടിന ശൂലപാണി ശ്രമത്തിനാലിത്തം അതീവ ചിത്രം. ശൂലപാണിയുടെ ശ്രമത്തിനാൽ എന്നാണ് പറയുന്നത്. ശൂലപാണി എന്ന് വെച്ചാൽ ചിലപ്പോ സുഹൃത്താവാം, ശിഷ്യനാവാം, അതോ ഇനി സാക്ഷാൽ പരമശിവനെ തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നറിയില്ല. എന്തായാലും ശൂലപാണിയുടെ പരിശ്രമത്താൽ, അല്ലെങ്കിൽ ശൂലപാണി എന്നുള്ള ശിഷ്യന്റെയോ സുഹൃത്തിന്റെയോ പരിശ്രമം കൊണ്ട്, അല്ലെങ്കിൽ പരമശിവനെ ഭജിച്ചത് കൊണ്ട്, ഇത്തം ക്രമത്തിലാക്കിയിടിന, ഇങ്ങനെ ക്രമത്തിൽ ആക്കിയ അല്ലെങ്കിൽ ഇങ്ങനെ ചിട്ടപ്പെടുത്തിയ, അതീവ ചിത്രം അതിരമണീയമായ, മേ ഭാഷാശ്രവണാമൃതം എൻ്റെ അല്ലെങ്കിൽ ഞാൻ രചിച്ച ഭാഷാശ്രവണാമൃതം, മലയാളത്തിലുള്ള ഈ ശ്രവണാമൃതം, കർണാമൃതം, അതായത് ഈ ശ്രീകൃഷ്ണ കർണാമൃതം ശ്രവിച്ച് കേട്ടിട്ട് അച്യുതപാദമൂലെ രമിച്ചു കൊള്ളുക. അച്യുതന്റെ, ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ, ആ കാൽച്ചുവട്ടിൽ സന്തോഷമായിട്ട് കഴിഞ്ഞുകൊള്ളുക. എല്ലാവരും ഈ ശൂലപാണിയാൽ ഭംഗിയായി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഈ ശ്രീകൃഷ്ണ കർണാമൃതം ശ്രവിച്ചുകൊണ്ട് ഭഗവാന്റെ പാദമൂലത്തിൽ രമിച്ചുകൊള്ളൂ എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു ശ്ലോകം കൂടി വായിക്കാം. വള്ളിക്കുറപ്പുമരമെന്ന കണക്കെ നിന്മേയ് പിള്ളയ്ക്കുറപ്പു ജനനീവ സമാശ്രയം മേ. ഉള്ളിൽ കറുപ്പു കളവാൻ തിരുവുള്ളമോടെ പള്ളിക്കുറുപ്പുണരവേണമനന്തശായിൻ. വള്ളിക്ക് ഉറപ്പ് മരം എന്ന കണക്കെ എന്ന് വെച്ചാൽ ഈ വള്ളിച്ചെടികൾക്ക് ഒരു ബലം ആകുന്നത് മരമാണ്, അല്ലെ? ആ വള്ളിച്ചെടിക്ക് പടരാൻ വേണ്ടിയിട്ട് താങ്ങായി നിൽക്കുന്നത് മരമാണ്. അതുപോലെ പിള്ളയ്ക്കുറപ്പ് ജനനീ ഇവ, പിള്ളയ്ക്ക് കുട്ടികൾക്ക് എവിടെയാണ് ബലം? ആരെയാണ് ആശ്രയം? അമ്മയാണ്. അതുപോലെ മേ സമാശ്രയം നിന്മേയ്, നിന്റെ ആ ശരീരം, ആ രൂപമാണ് എനിക്ക് ഏറ്റവും ആശ്രയമായിട്ടുള്ളത്. അതായത് ഞാൻ പൂർണ്ണമായും ആശ്രയിക്കുന്നത് അങ്ങയെയാണ്. ഉള്ളിൽ, മനസ്സിൽ കറുപ്പു കളവാൻ, എൻ്റെ മനസ്സിലുള്ള ആ കന്മഷം, ആ കളങ്കം, അത് ഇല്ലാതാക്കാൻ തിരുവുള്ളമോടെ, മനപ്രസാദത്തോടെ, ഹേ അനന്തശായിൻ, അനന്തനുമേൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണു, പള്ളിക്കുറുപ്പുണരവേണം. പള്ളിക്കുറുപ്പ് എന്ന് വെച്ചാൽ ഉറക്കം എന്നാണ് അർത്ഥം. പള്ളിക്കുറുപ്പിൽ നിന്നും, ആ യോഗനിദ്രയിൽ നിന്നും ഉണരേണമേ. ഈ ലോകവാസികളുടെ മനസ്സിലെ കന്മഷം നീക്കാനായി, മുക്തി സാധകമാകാനായി യോഗനിദ്രയിൽ നിന്ന് ഉണരേണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഭാഗവതത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ശ്രുതിഗീത എന്നൊരു ഭാഗമുണ്ട്. അതാണ് ഈ ശ്ലോകം കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പൂന്താനം തിരുമേനി രചിച്ച ശ്ലോകങ്ങൾ ഈ ഒരു ശ്ലോകത്തോടു കൂടി അവസാനിക്കുകയാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള 50 ശ്ലോകങ്ങൾ നാമസങ്കീർത്തന മാഹാത്മ്യത്തെ വർണ്ണിക്കുന്നതാണ്. അത് വേറൊരു കൃതിയായി പൂന്താനം തിരുമേനി രചിച്ചതാണ് എന്നൊക്കെ ഒരു പക്ഷമുണ്ട്. പക്ഷെ നിലവിൽ ലഭിക്കുന്ന ശ്രീകൃഷ്ണ കർണാമൃതം എന്ന പുസ്തകത്തിൽ ഈ 169 ശ്ലോകങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പൊതുവെ എല്ലാവരും ഇത് ഒരു കൃതിയായിട്ടാണ് കണക്കാക്കുന്നത്. എന്തായാലും അടുത്ത ശ്ലോകങ്ങൾ ഇനി നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ